കളമശ്ശേരിയിൽ 9 വയസ്സുകാരനെ സെക്യൂരിറ്റി ജീവനക്കാരൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കുട്ടിയുടെ അമ്മ രംഗത്തെത്തി. സെക്യൂരിറ്റിയായ മിഥുനെതിരെ കേസെടുത്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മിഥുവിനെ ജോലിയിൽ നിന്ന് നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നും ആനന്ദലക്ഷ്മി കുറ്റപ്പെടുത്തി. വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സെക്യൂരിറ്റി ജീവനക്കാരൻ മർദ്ദിച്ചത് ഫ്ളാറ്റിന് താഴെ നിന്ന് ബഹളം വെച്ചു എന്ന് ആരോപിച്ചായിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കളമശ്ശേരി ഡ്രീം ഫ്ലവർ ഫ്ളാറ്റിലെ ഉമേഷ് അനന്തലക്ഷ്മി ദമ്പതികളുടെ മകനാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മർദ്ദനമേറ്റത്. സെക്യൂരിറ്റി വെറുതെ ഞങ്ങൾ കളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാണ്. സെക്യൂരിറ്റിക്ക് ഞങ്ങൾ കളിക്കണൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വെറുതെ സ്റ്റിക്ക് കൊണ്ടൊക്കെ വെറുതെ അടിക്കണം. എന്ത് ന്യായം സാറേ? വെറുതെ അടിക്കുകയാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കുന്നില്ല. ആ സെക്യൂരിറ്റിയാണ് ഞങ്ങളെ വെറുതെ കളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. മറ്റേ വെൽവെറ്റ് വന്നിലത്തെ സെക്യൂരിറ്റിയും ഇവിടുത്തെ സെക്യൂരിറ്റിയും ഞങ്ങളെ രണ്ടുപേരെ പിടിക്കാൻ വേണ്ടിയിട്ട് തല്ലണിട്ട് ഞാൻ 6th ഫ്ലോറിൽ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ പോലീസുകാരെ ഇടിക്കുന്ന പോലെയൊക്കെ എന്നെ ഇടിക്കണം. സംഭവത്തിൽ കുറ്റക്കാരനായ സെക്യൂരിറ്റി ജീവനക്കാരൻ മിഥുനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഇല്ല എന്നാണ് അമ്മയുടെ ആരോപണം. കൂടാതെ പോലീസ് മിഥുനെ സംരക്ഷിക്കുന്നുവെന്നും അനന്തലക്ഷ്മി പറഞ്ഞു. മിഥുനെ ജോലിയിൽ നിന്ന് നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നും കുട്ടിയുടെ അമ്മ കുറ്റപ്പെടുത്തി. താമസിക്കുന്ന ഇവിടുത്തെ സെക്യൂരിറ്റി എൻ്റെ മകനെ ഭയങ്കരമായി ഉപദ്രവിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച 29-ാം തീയതി മെഡിക്കൽ കോളേജിൽ എൻ്റെ മകൻ അഡ്മിറ്റായി. 30-ാം തീയതി കളമശ്ശേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ മോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം അവർ FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള വേറെ ഒരു നടപടിയായിട്ടോ കുഞ്ഞിനെ ഇത്രയും ഉപദ്രവിച്ചിട്ട് വേറെ ഒരു നടപടിയായിട്ടോ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. സെക്യൂരിറ്റിനെ മാറ്റുക പോലും ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പരാതി നൽകിയ ശേഷം കുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ഇപ്പോഴുള്ള ഇടത്ത് താമസിക്കാൻ ഭയമാണെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ സമീപിക്കാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.